മസ്തിഷ്ക ട്യൂമർ എന്നത് തലച്ചോറിൽ അസാധാരണമായി കോശങ്ങൾ വളർന്ന് ഒരു കട്ട രൂപപ്പെടുന്ന അവസ്ഥയാണ്. നമ്മുടെ തലച്ചോർ ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. ചിന്ത, ഓർമ്മ, ചലനം, സംസാരിക്കൽ, കാഴ്ച എന്നിവയെല്ലാം ഇതിന്റെ നിയന്ത്രണത്തിലാണ്. അതിനാൽ അവിടെയുണ്ടാകുന്ന ഒരു ട്യൂമർ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെയും ബാധിക്കാം. ട്യൂമറുകൾ രണ്ടു തരമായിരിക്കും: അപകടകരമല്ലാത്ത ട്യൂമർ, അപകടകരമായ ട്യൂമർ. ചില ട്യൂമറുകൾ മന്ദഗതിയിൽ വളരും, ചിലത് വേഗത്തിൽ വളർന്ന സമീപഭാഗങ്ങളെ ബാധിക്കും. ലക്ഷണങ്ങൾ ട്യൂമറിന്റെ സ്ഥാനമനുസരിച്ച് മാറാം. പതിവായി കാണുന്ന ചില ലക്ഷണങ്ങൾ സ്ഥിരമായ തലവേദന, ഛർദി, കാഴ്ചപ്രശ്നങ്ങൾ, ഫിറ്റ്സ്, അടർപ്പ്, സംസാര ബുദ്ധിമുട്ട്, ശരീരഭാഗങ്ങളിൽ ബലം കുറയുക തുടങ്ങിയവ. ട്യൂമർ കണ്ടെത്താൻ സ്കാൻ പരിശോധനകൾ, ഉദാഹരണത്തിന് CT സ്കാൻ അല്ലെങ്കിൽ MRI ഉപയോഗിക്കും. ചികിത്സയിൽ ശസ്ത്രക്രിയ, കിരള ചികിത്സ, കീമോതെറാപ്പി എന്നിവ ഉൾപ്പെടാം. ചികിത്സയുടെ രീതി ട്യൂമറിന്റെ തരം, വലിപ്പം, സ്ഥാനം എന്നിവയെ ആശ്രയിച്ചിരിക്കും. മസ്തിഷ്ക ട്യൂമർ കേൾക്കുമ്പോൾ പേടി തോന്നാമെങ്കിലും ഇന്നത്തെ വൈദ്യശാസ്ത്ര പുരോഗതി കാരണം പല കേസുകളും വിജയകരമായി ചികിത്സിക്കാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിൽ കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. തലച്ചോർ നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങളെ അവഗണിക്കാതെ സമയത്ത് ചികിത്സ തേടുക അത്യാവശ്യമാണ്.